നവകേരള ബസ് എവിടെ പോയി? സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ചോദ്യം കാര്യമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ആവേശപൂർവ്വം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുമുണ്ട് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളം മുഴുവൻ യാത്ര ചെയ്യുന്നതിനാണ് ആഡംബര ബസ് വാങ്ങിയത്. 1,15,00,000 രൂപ വിലമതിക്കുന്ന ബസ് നവകേരള സദസ്സ് കഴിഞ്ഞാൽ വിവിധ ആവശ്യങ്ങൾക്കായി വാടകയ്ക്ക് നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും നിലവിൽ ബസ് എവിടെയാണ് എന്നതിനെപ്പറ്റി വലിയ വിവരമൊന്നും ആർക്കുമില്ല എന്നതാണ് സത്യം. 2023 നവംബർ 18-നാണ് നവകേരള സദസ്സ് കാസർഗോഡ് നിന്നും ആരംഭിച്ചത്. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ബസ്സിൽ കയറുന്നതിന് വേണ്ടിയുള്ള ലിഫ്റ്റ്, ബസ്സിനുള്ളിൽ ടോയ്ലറ്റ് സംവിധാനം, ഏത് ദിശയിലേക്കും കറങ്ങാവുന്ന കസേരകളടക്കമുള്ള സൗകര്യങ്ങൾ ബസ്സിലുണ്ടായിരുന്നു. നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ആഡംബര ബസ് വാങ്ങിയത് സംബന്ധിച്ച് വിവാദം ഉയർന്നിരുന്നു. ഇതോടെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ബസ് ടൂറിസത്തിനും കല്യാണ ആവശ്യങ്ങൾക്കും KSRTC ബജറ്റ് ടൂറിസത്തിനും ഒക്കെ നൽകുമെന്ന് വാഗ്ദാനങ്ങൾ വന്നിരുന്നു. ബസ്സിലാകെ 25 സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ KSRTCക്ക് ബജറ്റ് ടൂറിസം സർവീസിനായി ബസ് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നില്ല. AC ആണെങ്കിലും സ്ലീപ്പർ അല്ലാത്തതിനാൽ ദീർഘദൂര യാത്രയ്ക്കും ബസ് അനുയോജ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിനോദയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും വിവാഹങ്ങൾക്കും ബസ് നൽകി വരുമാനം കണ്ടെത്താനായിരുന്നു പദ്ധതി. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ബസ് ബംഗളൂരുവിലേക്ക് വീണ്ടും കൊണ്ടുപോയത്. ബംഗളൂരു SM കണ്ണപ്പ ഓട്ടോമൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആഡംബര സൗകര്യമുള്ള ബസ്സിന്റെ ബോഡി നിർമ്മിച്ചത്. എന്നാൽ ബസ് ബംഗളൂരുവിലെ കമ്പനിയിലേക്ക് കൊണ്ടുപോയിട്ട് 2 മാസം പിന്നിട്ടിട്ടും ബസ്സിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലത്രേ. ബസ് വാങ്ങിക്കാൻ ചിലവാക്കിയ 1 കോടിയിലധികം രൂപ 6 മാസം കൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുമെന്ന് സർക്കാർ നൽകിയ വാഗ്ദാനം കൂടിയാണ് ഇതോടുകൂടി വെറുതെ ആയിരിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് മ്യൂസിയമാക്കി സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ ഭരണപക്ഷ നേതാക്കളെ കളിയാക്കാനും സോഷ്യൽ മീഡിയ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ട്.